ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പാവയ്ക്ക ഉപ്പേരി തോരൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്നാണ് പറയാൻ പോണത്. അതിന് നമ്മൾ കുറച്ച് പാവയ്ക്ക എടുത്തിട്ട് നമുക്ക് കറിക്ക് വേണ്ട പാവയ്ക്ക അത് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കുരുകുരുന്ന് അരിഞ്ഞ് കനം കുറച്ചരിഞ്ഞ് അതിലേക്ക് നമുക്ക് പാവയ്ക്കയ്ക്ക് കൂടാനുള്ളതിനെല്ലാം കൂടുതൽ ഉപ്പ് ഇതിനകത്ത് വിതറണം. അങ്ങനെ വിതറി കൂട്ടി ഇളക്കി ഒരു 5 മിനിറ്റ് നേരം വെച്ച് കഴിയുമ്പോൾ ഇതിലെ വെള്ളം ഇറങ്ങും. ആ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ നമ്മളതിനെ കൂട്ടിപ്പിടിച്ച് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ വെളിച്ചെണ്ണയിലേക്ക് ഇടാനായിട്ട്. അങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുത്ത പാവയ്ക്ക ഇങ്ങനെ ഉള്ളി മുളക് മൂപ്പിച്ച് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് മൂടി വെച്ച് വേവിക്കണം. അങ്ങനെ മൂടി വെച്ച് വേവിച്ച് ചെറിയ തീയിലിട്ട് കൂട്ടി ഇളക്കി ചെറിയ തീയിലിട്ട് എടുക്കണം. അങ്ങനെ വെന്തെടുത്തിട്ട് നമ്മൾ കുറേ സമയം പിടിക്കും. ചെറിയ തീയിലിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടി ഇളക്കി വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്തിട്ട് വന്ന തോരനാണിത്. ഇതുപോലെ വേവിച്ച് തോരനുണ്ടാക്കിയെടുത്താൽ നമുക്ക് ദിവസങ്ങളോളം കേടുവരാതിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്പ്പ് കുറയും. പിന്നെ കയ്പ്പിനോട് ഇഷ്ടക്കുറവുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി സവാള അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇട്ട് ഉണ്ടാക്കാം. സവാള ഇടുമ്പോൾ നമ്മൾ അധികം ദിവസം വെച്ചേക്കാൻ പറ്റില്ല. പാവയ്ക്ക തന്നെയാണെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ അതവിടെ ഇരുന്നോളും. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്ക്.